ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മീൻ മുറിക്കുന്നതും മീൻ പാചകം ചെയ്യുന്നതും ഫ്രൈ ആക്കുന്നതൊന്ന് കാണിച്ചു തരാം. വെറൈറ്റി രീതിയിലാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇത് തല എടുക്കുക. അപ്പോൾ നമുക്ക് മീൻ കായം തേക്കണതൊന്ന് നോക്കാം. മീൻ മുറിക്കണതെന്ന് കാണിച്ചു തന്നില്ലേ, ഇനി കായം തേക്കണ കാണിക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇഞ്ചി കൊത്തി എരിഞ്ഞതാണിത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സാധാരണ മുളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ വേണം, മീൻക്കല്ലേ, അപ്പോൾ കൂടുതൽ കാണാനും വേണ്ടി നിൽക്കണം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വിനാഗിരി ഇല്ല, നാരങ്ങക്ക് പകരം നാരങ്ങ നീര് ഒഴിച്ചാലും മതി, വിനാഗിരി ഒഴിച്ചാലും മതി. ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒത്തിരി കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതും കൂട്ടി നല്ലവണ്ണം കുഴക്കാം. ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കാം. നമുക്ക് ഉപ്പൊക്കെ ഉണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ മസാല കൂട്ടി നല്ലവണ്ണം കുഴച്ചെടുക്കാം. അപ്പോൾ മീനെല്ലാം ഫുള്ള് കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഗ്യാസ് കത്തിക്കാം. കത്തിച്ചിട്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പോൾ അതിലേക്ക് കരിവേപ്പിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി ഇതിലേക്ക് അതിലിട്ട് കൊടുക്കാം. അതിൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം മൊരിഞ്ഞ് വരുന്നത്
അപ്പോൾ ഇനി ഇതൊന്ന് നിറച്ചിട്ട് കൊടുക്കാം. എല്ലാതും ഇതെല്ലാതൊന്ന് ഈ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഭാഗം കൂടി വേവാനുണ്ട്. ഇപ്പോൾ ഇത് നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട്. നല്ലവണ്ണം ആയണേ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രസവും ഉണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് വാച്ചിങ് ദ വീഡിയോ.